എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇത് ചിക്കൻ ബോണ്ട കബാബാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ ചിക്കൻ ബോണ്ട കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഈ നോമ്പ് വേളയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ കിഴങ്ങ് നമുക്ക് പുഴുങ്ങി തൊലി കളഞ്ഞെടുക്കണം. ഒരു വലിയ സവോള ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. എല്ലുകളെല്ലാം കടഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കി പൊടിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല നമുക്ക് വേണ്ടത്, ചെറിയ ചെറിയ പീസുകളായിട്ടാണ് വേണ്ടത്. ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. നേരത്തെ പുഴുങ്ങി വെച്ച കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അതുപോലെ പേസ്റ്റാക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ കിഴങ്ങ് പൊടിച്ചെടുത്തു. അതിലേക്ക് നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച സവോള കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന ചിക്കനും കിഴങ്ങും ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടെ അരിഞ്ഞ് കുറച്ച് ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. വളരെ കുറച്ച് ചാറ്റ് മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നമുക്ക് കുറച്ച് റസ്ക് ആവശ്യമുണ്ട്, അത് പൊടിച്ചെടുക്കണം. റസ്ക് പൊടി കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. നമ്മൾ കിഴങ്ങ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റസ്ക് പൊടി കുറേ കൂടുതലെടുക്കണം. ഞാനിപ്പം കാണിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് കൂടുതൽ അളവ് റസ്ക് പൊടി നമ്മൾ ചേർക്കേണ്ടതാണ്. റസ്ക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തു. ഇനി നമുക്ക് അത് ബോളുകളാക്കി മാറ്റിയെടുക്കണം. അതിനായി കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ബോളുകളാക്കി മാറ്റിയെടുക്കാം. നല്ലതുപോലെ ഉരുട്ടി ഇതുപോലെ എടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം.
റസ്ക് പൊടി കുറഞ്ഞു പോയാൽ ഇത് എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റസ്ക് പൊടി കൂടുതലിടണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് പൊട്ടാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം വേണ്ട, നമുക്കൊരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ രുചികരമായിട്ടുള്ള ചിക്കൻ ബോണ്ട കബാബ് ഇവിടെ റെഡിയാകും. കാരണം ഓൾറെഡി ചിക്കൻ വെന്തതാണ്, അതുപോലെ തന്നെ കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ 5 മിനിറ്റ് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കത് സെർവിങ് ബൗളിലേക്ക് നമ്മൾ മാറ്റി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.